പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 8-ാം മാസത്തിൻ്റെ 20-ാമത്തെ പ്രഭാത വന്ദനം കൂടി അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന ദൈവക്കുഞ്ഞുങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധി നമുക്ക് അടുത്തു ചെല്ലാം. 119-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ പ്രമോദവും എൻ്റെ ആലോചനക്കാരനും ആകുന്നു. ഏതൊരു വ്യക്തിയുടെയും ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും പിന്നിൽ ആരുടെയെങ്കിലും ആലോചനയുടെ സ്വാധീനതയുണ്ടായിരിക്കും. എല്ലാ മനുഷ്യരുടെയും സ്വഭാവങ്ങൾ ഒരുപോലെയല്ല. ചിലർ ആരോടും അഭിപ്രായം തേടാതെ സ്വയം ചില നിഗമനങ്ങളിലും തീരുമാനങ്ങളിലും എത്തുന്നവരായിരിക്കും. മറ്റു ചിലർ സ്വയമായി ഒരു തീരുമാനവും എടുക്കുവാൻ ശേഷിയില്ലാതെ മറ്റുള്ളവരുടെ ആലോചനയ്ക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരുമായിരിക്കും. വേറെ ചിലർ ദൈവാലോചനയ്ക്കനുസരിച്ച് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നവരും അതിനായി ആലോചന അറിയിക്കുന്നവരുടെ അടുക്കൽ പോവുകയോ അല്ലെങ്കിൽ അവരെ വരുത്തി ദൂത് കേൾക്കുകയോ ചെയ്യുന്നവരുമായിരിക്കും. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ചില നല്ല ഗുണങ്ങളും ദോഷവശങ്ങളും ഉണ്ടുതാനും. ഒരാളിൻ്റെ ഭാവി കൃത്യമായി കാണുവാനും ഒരു കാര്യത്തിൻ്റെ അന്ത്യം എന്തായി തീരുമെന്ന് പൂർണ്ണമായി ഗ്രഹിക്കുവാനും ആർക്കും കഴിയുകയില്ല. നമ്മുടെ ഭാവി ശുഭപ്പെട്ടിരിക്കുവാനും നാം നടക്കേണ്ടുന്ന വഴിയെ നമ്മെ നടത്തുവാനും ദൈവത്തിൻ്റെ പക്കൽ ആലോചനയുണ്ട്. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്നും ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. നാം ആരോടും ആലോചന ചോദിക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ പരാജയപ്പെടുവാനേ സാധ്യതകൾ ഉള്ളൂ. എന്നാൽ ദുഷ്ടന്മാരുടെ ആലോചന അനുസരിച്ച് പ്രവർത്തിച്ചാൽ സമ്പൂർണ്ണ നാശമായിരിക്കും അതിൻ്റെ ഫലം. അമസ്യാവ് തൻ്റെ ഭരണത്തിൻ്റെ ആദ്യ നാളുകളിൽ അവൻ ദൈവാലോചനയ്ക്കനുസരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ അവൻ ശക്തിപ്പെട്ടതിന് ശേഷം അന്യദൈവങ്ങളെ ആരാധിക്കുവാനും അവയ്ക്ക് ധൂപം കാട്ടുവാനും തുടങ്ങി. താൻ ചെയ്യുന്നത് ശരിയല്ലെന്ന് മാനസാന്തരപ്പെട്ട് ദൈവാലോചനയ്ക്ക് വിധേയപ്പെടണമെന്നും ദൈവപുരുഷനിൽ കൂടെ ദൈവം സംസാരിച്ചെങ്കിലും അവനത് ചെവിക്കൊണ്ടില്ല, കൈക്കൊണ്ടില്ല. അങ്ങനെ അവൻ തകർന്നു പോകുവാൻ കാരണമായി തീർന്നു. ഇന്നും അനേക പ്രിയപ്പെട്ടവർ ഒരു കാലത്ത് നന്നായി ദൈവത്തെ ആരാധിക്കുകയും ദൈവാലോചന പ്രകാരം ജീവിക്കുകയും ചെയ്തിട്ട് ലോകമോഹങ്ങളിൽ അകപ്പെടുകയും പാപത്തെ സ്നേഹിപ്പാൻ വെമ്പൽ കൊള്ളുകയും ചെയ്യുമ്പോൾ ദൈവഭക്തന്മാരുടെ ആലോചനയ്ക്ക് ചെവി കൊടുക്കാതെ സ്വയം നാശത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. ഇന്നും ആസാബ് ദൈവത്തെ സേവിച്ചിട്ടും താൻ ആഗ്രഹിച്ചതൊന്നും പ്രാപിക്കാതെയും ആഗ്രഹിക്കാത്ത പല തിന്മകളും ജീവിതത്തിൽ നേടുകയും ചെയ്തപ്പോൾ ആസാബ് ദൈവസന്നിധിയിൽ ചെന്നു. ദൈവവുമായുള്ള സംഭാഷണത്തിൽ തനിക്ക് ലഭിച്ച അരുളപ്പാട് ഈ വിധമായിരുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും എന്ന്. കുഷ്ഠരോഗിയായ നയമാൻ തൻ്റെ രോഗസൗഖ്യത്തിനായി എലീശാ പ്രവാചകന്റെ അടുക്കൽ ചെന്നു. എന്നാൽ താൻ പ്രതീക്ഷിച്ചതുപോലെ പ്രവാചകനെ കാണുവാനോ താൻ ആഗ്രഹിച്ചതുപോലെ രോഗസൗഖ്യം വരുത്തുവാനോ പ്രവാചകൻ തുനിഞ്ഞില്ല. മറിച്ച് യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി ശുദ്ധനാകുവാനാണ് തൻ്റെ ശിഷ്യൻ മുഖാന്തരം പ്രവാചകൻ പറഞ്ഞത്. ഈ കാരണത്താൽ കോപത്തോടുകൂടെ മടങ്ങിപ്പോകുവാൻ തുടങ്ങിയ നയമാനോട് തൻ്റെ ദാസന്മാർ പറഞ്ഞ ആലോചന അനുസരിച്ച് പ്രവർത്തിക്കുവാൻ താൻ തയ്യാറായത് നിമിത്തം അവൻ സൗഖ്യം പ്രാപിക്കുന്നതിനും ദൈവത്തെ അറിയുന്നതിനും ഇടയായി. ആമേൻ. ആകയാൽ പ്രിയ ദൈവപൈതലേ, നാം ആലോചന കൂടാതെ ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോൾ തന്നെ ആരുടെ ആലോചന സ്വീകരിക്കണം, ആരുടെ ആലോചന തള്ളിക്കളയണം എന്നുകൂടെ നാം ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. 1-ാം സങ്കീർത്തനം തന്നെ പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ എന്ന്. ആകയാൽ
ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ ദൈവാലോചനയ്ക്ക് കീഴ്പ്പെട്ട് ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഈ പ്രഭാതം സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ ദിവസങ്ങളിടയ്ക്കാം, നമുക്കും ദൈവത്തോട് പറയാം. ഹല്ലേലൂയ. ഈ പ്രഭാതം സ്തോത്രം. സങ്കീർത്തനക്കാരനോടുകൂടെ നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ പ്രമോദവും എൻ്റെ ആലോചനക്കാരനുമാകുന്നുവെന്ന് നമുക്കും ദൈവസന്നിധിയിൽ പറയാം. കണ്ണുകളടയ്ക്കാമോ? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു നാഥ. ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും കർത്താവേ, അപ്പൻ്റെ ആലോചന പ്രകാരം നടക്കുവാൻ, വചനത്തിൽ ബലപ്പെടുവാൻ, വചനത്തിൻ്റെ ആത്മീയ മർമ്മങ്ങളെ ശോധന ചെയ്തുകൊണ്ട് കർത്താവെ പ്രത്യാശയോടുകൂടെ നിലനിൽപ്പാൻ, വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിപ്പാൻ സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതം പലവിധമായ പ്രയാസങ്ങളിൽ, പ്രതികൂലങ്ങളിൽ, രോഗബലഹീനതകളിൽ കൂടെ, ഏകാന്തതയുടെ അനുഭവങ്ങളിൽ കൂടെ, കർത്താവ് വേർപാടിൻ്റെ ദുഃഖങ്ങളിലായിരിക്കുന്ന നിരവധി പ്രിയപ്പെട്ടവർ ഇന്ന് പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നല്ല ആലോചനകൾ കർത്താവ് ദൈവ ആലോചനകൾ പറഞ്ഞ് അവരെ നയിപ്പാൻ സ്വർഗം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളും ഈ ജീവിതത്തിൽ കർത്താവ് ദൈവം തരുന്ന ആയുസ് ദൈവാലോചന പ്രകാരം നടക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെയും സഹായിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാവരെയും ഈ പ്രഭാതം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം, മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.